ആര് കാലത്ത് ഇറങ്ങിയോ ന്യൂസ് വരുത്താൻ? ബെസ്റ്റ് ഒരു ന്യൂസ് ഉണ്ട് ഇതില്. പക്ഷേ പറഞ്ഞു തരാൻ മനസ്സില്ല. കേൾക്കാൻ എനിക്കും തീരെ ടൈമില്ല. ശോഭേ, ലൈബ്രറിയിൽ നിന്ന് പുസ്തകം എടുക്കാൻ മറക്കല്ലേ. എനിക്കിവിടെ വായിക്കാൻ ഒരു വസ്തുവില്ല. എടുക്കാം ചേച്ചി. ചെറിയമ്മയോട് പറമോളെ. ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെച്ചിട്ടുണ്ട്, കഴിക്കാതെ പോയാലുണ്ടല്ലോ. ധൃതി തേച്ചതാ, ചുളിവ് കാണും. ഉച്ചയ്ക്ക് വൈകാതെ ഒന്ന് ഊണ് കഴിക്കണേ രമേശേട്ടാ. ഞാനിന്ന് ചരക്കെടുക്കാൻ ടൗണിൽ പോകുന്നുണ്ട്. ഊണ് അവിടെ നിന്ന് കഴിക്കും. അയ്യോ, ഞാൻ പിന്നെ കാലത്ത് കഷ്ടപ്പെട്ട് മുരിങ്ങയിലത്തോരനൊക്കെ ഉണ്ടാക്കിട്ട്. വേണ്ട, ചരക്കെടുക്കാൻ നാളെ പോയാ മതി. എന്നിട്ട് കട പൂട്ടിയിടാനോ? നിനക്കിത് എവിടെ കിട്ടിയ ഭംഗിയില്ലാത്ത സാരി? ചെന്ന് മാറി. എനിക്കിപ്പോ ഇത്രയും ഭംഗിയൊക്കെ മതി. ഫാഷൻ പരേഡിന് പോകുന്നൊന്നും അല്ലല്ലോ. ഈശ്വര ബെല്ലടിച്ചു കാണും. മാച്ച് ചെയ്യുന്ന ഒരു പൊട്ട് തൊടാൻ പോലും അറിയില്ല. അത്രയൊക്കെ മതിയെന്നേ എന്ന് നീ മാത്രം തീരുമാനിച്ചാൽ മതി. കളർ സെൻസും കുട എടുത്തില്ല. മഴയൊന്നും പെയ്യില്ല. അഖിലാണ്ട മണ്ഡല മണിയൊരുക്കി അതിനുള്ളിൽ ആനന്ദ ഗീതം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീ നിത്യം. ലേഖ ടീച്ചറെ, എന്താ ടീച്ചറേ ഇത്? കൃത്യസമയത്ത് എത്തണമെന്ന് നമ്മൾ കുട്ടികളെ ഉപദേശിച്ചാൽ മാത്രം മതിയോ? നമ്മളും അത് പാലിക്കണ്ടേ? അത് സർ, വഴിയിലൊരു പശു കയറ് പൊട്ടിച്ച് കുത്താൻ വന്നു അല്ലേ? കൊള്ളാം. ഇതേ പശു കഴിഞ്ഞ ആഴ്ചയിലും ടീച്ചറെ ഒന്ന് കുത്താൻ ശ്രമിച്ചല്ലോ. ഇനി വൈകി വരുമ്പോ പുതിയ എന്തെങ്കിലും കാരണം പറയണേ. ഏറ്റില്ല അല്ലേ? ഇല്ല. ക്ലാസ്സിൽ ചെന്നിരിക്കെ. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ് ടീച്ചറെ, ഇവിടെ പറ്റൊരു കംപ്ലൈന്റ് ഉണ്ട്. ഉച്ചയ്ക്ക് കഴിക്കാൻ കൊണ്ടുവരുന്നത് അതുപോലെ തിരിച്ചുകൊണ്ടുവരിക. എന്റെ അമ്മ പറഞ്ഞതാ. വൈകി ചെല്ല്. പിന്നെ എന്നും ഇങ്ങനെ ചേട്ടന്റെ മോളെ മാത്രം കൊണ്ടുവന്ന് വിട്ടാ മതിയോ? എന്നാ സ്വന്തം കുഞ്ഞിനെ ഇവിടെ കൊണ്ട് ചേർക്കുന്നത്? ഞാൻ പോട്ടെ ടീച്ചർ. അത്രയുള്ള പ്രശ്നം. റോഡ് അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ. എന്റെ രമേശൻ നായരെ, ഇതൊന്ന് കൊലപാതകത്തിലേ അവസാനിക്കൂ. ബാർബർ ഗോപി ആർക്കും ഒരു ദോഷം ചെയ്യാത്തവനാണല്ലോ. കാരക്കൂട്ടിലെ ദാസൻ അങ്ങനെ വല്ലതും ഉണ്ടോ? ഒരുത്തൻ മുണ്ടിന്റെ മടക്കി കുത്ത് അഴിച്ചിട്ടില്ലെന്ന് കണ്ടാ മതി, ഉടനെ അയാൾ കത്തി ഊരും. എത്രയോ കള്ളൂടിയന്മാരെ നമ്മൾ നന്നാക്കി, കള്ളന്മാരെ നാട് കടത്തി, കള്ളവാറ്റുകാരെ പിടികൂടി, അപഥസഞ്ചാരികളായി എത്രയോ സ്ത്രീകളെ നമ്മൾ നേർവഴിക്ക് കൊണ്ടുവന്നു. ഇവനെ ഒന്ന് തളയ്ക്കാൻ പറ്റുന്നില്ല രമേശൻ നായർ. ഒന്ന് ഉപദേശിക്കാമെന്ന് വെച്ചാൽ അവൻ പിടി തരണ്ടേ പ്രസിഡന്റ്? അതെ അതെ, പക്ഷെ നമ്മുടെ ആ സങ്കല്പമുണ്ടല്ലോ, സമ്പൂർണ്ണ സന്മാർഗ ഗ്രാമം. ഈ ചട്ടമ്പി കാരക്കൂട്ടിൽ ദാസൻ ഒരൊറ്റ ഒരുത്തനതിന് തടസ്സം. മറ്റുള്ള ആളുകളെ മുഴുവൻ നമ്മൾ നന്നായി കഴിഞ്ഞു അല്ലേ? പരസ്യമായിട്ട് ഇനിയിപ്പോ ദാസൻ മാത്രമേ ഉള്ളൂ. രഹസ്യമായിട്ട് നമുക്ക് അറിഞ്ഞോളല്ലോ. ഏതായാലും രമേശൻ നായർ ആത്മാർത്ഥമായിട്ടൊന്ന് ശ്രമിക്കണം. അതെ, ആ ദാസനോടുള്ള കളി വേണ്ട. അവൻ എപ്പോഴാ എന്തിനാ കത്തി വരാന്നൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ ജീപ്പ് വിളിക്കും. ടൗണിൽ പോകാനുള്ള ചരക്കെടുക്കാൻ. ഓ, ഹസനക്ക എത്തിയില്ലേ മുനീറേ? മൂപ്പരകത്തുണ്ട് ഇരിക്കി. വെള്ളപ്പനി സ്റ്റോക്ക് എത്തിയല്ലോ അല്ലേ? അയ്യോ, വൈകുന്നേരം ആവല്ലോ. അതെന്ത് പണിയാണ്? ഇന്നലെ വരുമെന്ന് പറഞ്ഞിട്ട് പാലക്കാട് മട്ടയോ? അത് ഉച്ചക്കെത്തും എന്ന് വെച്ചാ അതും ഇപ്പൊ ഇല്ല. എന്നാ പാണ്ഡ്യയിലെ പൊട്ടി താക്കോലും കൂടെ വന്നേക്ക്. എന്തിനായി തുറന്നു വെച്ചിരിക്കണേ? എവിടെ തന്നെ തുണയ മുതലാളി? വാ വാ. ഒളിച്ചിരുന്ന് വെച്ച് കീറാണല്ലേ? അവിടെ ആള് നോക്കിക്കുമ്പോ തട്ടിയാ ദഹിക്കൂല. ഇഷ്ടപ്പെട്ടേ ഇരിക്കാൻ എന്തെങ്കിലും എടുത്തോ. ഇതിപ്പോ ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ? രണ്ടുമല്ല, ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ നിന്ന് കഴിച്ചു. ലഞ്ചിനൊരു 3 മണിയാവും. ഇത് അതിനിടയ്ക്കുള്ള ഒരു ലഘുഭക്ഷണ. കൃഷ്ണൻകുട്ടി, നീ ആ ചായപ്പീടി ഒന്നൊരു പ്ലേറ്റിംഗ് വാങ്ങിച്ചു. നായർക്ക് ഇത്തിരി അപ്പം ഉറച്ചു കൊടുക്കാം. എനിക്ക് നിങ്ങളുടെ ഇറച്ചിയൊന്നും വേണ്ട. നീ പോയിട്ടോ കൃഷ്ണൻകുട്ടി. ഭക്ഷണ കാര്യത്തിൽ നിങ്ങൾ ഹിന്ദുക്കൾ തീരെ പോരാ. ദോശ, സാമ്പാർ, ചട്ടിണി അതൊക്കെ ഒരു ഭക്ഷണമാണോടോ. ഞങ്ങളെ കണ്ടുപഠിക്കേ.
നെയ്ച്ചോറ് ബിരിയാണി ആട് മാട് കോഴി മീന് പത്തിരി പോത്ത് രാത്രി ആവുമ്പോഴേക്കും എത്ര കിലോ ആടുമീനും കയറും അകത്തോട്ട്? നമുക്ക് പണം എന്തിനാടൂ? തിന്നാൻ, നല്ലോണം രസിച്ച് സുഖിച്ച് തിന്നാൻ, അല്ലാതെ താജ്മഹാൾ പണിയാനൊന്നുമല്ല. നായൊരു കാര്യം ചെയ്യും, ആ ഓണം കയറാൻ മൂലം ഇങ്ങോട്ട് പോരെ, ഇവിടെ അടുത്തൊരു കട നോക്കാം. എന്റെ വീട്ടിൽ നല്ല ഒന്നാം തരം ഭക്ഷണം കൊണ്ടുതരാം. മാത്രമല്ല കച്ചവടം ടൗണിലായാലേ നല്ല വരുമാനം ഉണ്ടാവും. വരുമാനത്തിന് വേണ്ടി മാത്രമല്ലല്ലോ ഹസനക്ക, നാട്ടുകാർക്കൊരു സേവനല്ലേ. നല്ല സാധനങ്ങൾ ന്യായമായ വിലയ്ക്ക്. പിന്നെ എന്റെ നാട്ടുകാർ എന്നെ അവിടെ നിന്ന് വിടുമെന്ന് തോന്നുന്നുണ്ടോ? അതെന്താ നാട്ടുകാരെ എനിക്ക് ചെലവിനിരുന്നേ? ഹസനക്കേട് ഞാൻ പറഞ്ഞിട്ടില്ലേ, എന്ത് കാര്യത്തിനും അവർക്ക് ഞാൻ വേണം. അതുപോലെ തന്നെ ആളുകൾക്ക് വലിയ സ്നേഹവും ബഹുമാനമാണ്. ഹസനക്ക നാട്ടിൽ ചെന്ന് അന്വേഷിച്ച് നോക്ക്. മുരിങ്ങച്ചോട്ടിൽ രമേശൻ നായർ എന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ കണ്ണിലുണിയാ. അപ്പോ ഈ ടൗണിലെ ഹസനാണ് അവിടെ രമേശൻ നായർ. ഹസനക്ക ഈ ടൗണിൽ എങ്ങനെ? ഞാനാ ഇവിടുത്തെ കണ്ണിലുണ്ണി. ഓ, അത് ഞാൻ അറിഞ്ഞില്ല. താൻ അറിയാത്ത എന്തെല്ലാം കാര്യങ്ങളിൽ ലോകത്തുണ്ടോ? അങ്ങനെ വെച്ചോ. ഹസനക്ക പൊന്നിയും മട്ടയും കിട്ടിയിട്ടില്ല. അപ്പം തിന്നുന്ന നേരത്തെ കച്ചവടത്തിന്റെ കാര്യം മിണ്ടി പോരുത്. പൊന്നിയും മട്ടയും വരേണ്ട സമയത്ത് വരും. കൃഷ്ണൻകുട്ടി, ആ കടയിൽ നിന്ന് 2 ഏത്തപ്പഴങ്ങ് വാങ്ങിച്ചു. എനിക്ക് പഴം വേണ്ട. തനിക്കല്ല, രണ്ടും എനിക്കാ. തെകം ഊഞ്ഞാൽ. നിന്റെ സ്റ്റാമ്പ് ഉണ്ടോ ലേഖേ? ഇല്ലല്ലോ ചേച്ചി, ഏർമേല് തീർന്നു പോയി. സതീശേട്ടൻ എന്നെ കൊല്ലും കത്തയക്കാൻ വൈകിന്. ഇന്ന് ലാസ്റ്റാ. അധികം മധുരം കഴിച്ചാലേ പല്ല് പുഴു തിന്നും. നിന്റെ സ്റ്റാമ്പ് ഉണ്ടോ രമേശ? ഇല്ല. അതെ, സതീശേട്ടന്റെ അറബി മുതലാളിയില്ലേ, അങ്ങേരുടെ മോന് 4th സ്റ്റാൻഡേർഡിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയത്രേ. ഓ, അത് ഭയങ്കരം തന്നെ. അല്ലേ? ആ കുട്ടിയെ അഭിനന്ദിച്ച് ഒരു കത്തയക്കാന്ന് വിചാരിച്ചു. വളരെ നന്നായി. ലേഖേ, കുറച്ച് വെള്ളം ഇങ്ങട്. വെള്ളം. വെള്ളം വേണ്ടിയിട്ടല്ല, നിന്നെ അവിടെ നിന്ന് ഇവിടേക്ക് വരുത്താനുള്ള എൻ്റെ ഒരു അടവായിരുന്നു. ഇതെന്താ നോക്കി? എന്താ ഇത്? നോക്ക്. ഇതാർക്കാ? എന്റെ ഭാര്യ ലേഖ നാളെ മുതൽ ചുരിദാറിട്ടുണ്ടാണ് സ്കൂളിൽ പോവുക. സ്കൂളിൽ പോകുമ്പോ ടീച്ചർമാർ ചുരിദാർ ഇടിയേ? അത് വേണ്ട. ഈ ലോകം മുഴുവൻ ഇപ്പൊ ചുരിദാർ കൊണ്ട് നിറഞ്ഞിരിക്കുക. പിന്നെ നിനക്കെന്താ ചുരിദാറിട്ടുണ്ട് സ്കൂളിൽ പോയാല്? നീ ഒന്ന് ഇട്ട് നോക്ക, അളവ് നോക്കാലോ. ഓ, എന്തിനാ രമേശേട്ട വെറുതെ കാശ് കളഞ്ഞത്? ഏതായാലും ഞാൻ കൊണ്ടുവന്നില്ലേ, നീ ഒന്ന് ഇടുകുട്ടി. രമേശ, കഞ്ഞി. അയ്യോ, ഇത് ലേഖയാണമ്മേ. അവിടെ ഞാൻ തുണിയിട്ട് മൂടിയിരിക്കുന്നു. മൂടിയതല്ല, ചുരിദാർ. ഞാൻ വാങ്ങിച്ചു കൊടുത്തല്ല, ലേഖയ്ക്ക് ആരോ കൊടുത്തതാ ചുരിദാർ. നീ കഞ്ഞി കുടിക്കാൻ വാ. സുശീലൻ വന്നിട്ടുണ്ട്. സുശീലനോ? ഇന്ന് ലോക്കപ്പിന് ഇറങ്ങി ഒരു സന്തോഷ വർത്തമാനം അറിയിക്കാൻ വന്നതാ. ഞാൻ നന്നായി കള്ളവാറ്റ് നിർത്താൻ തീരുമാനിച്ചു. ആണോ? ആ, വളരെ നന്നായി സുശീല, വളരെ നന്നായി. കുറുപ്പേ, വേഗം പോയി ചായ വാങ്ങിച്ചോണ്ട് വാ. ടൈലറോടും സഹദേവനോടും പ്രസിഡന്റിനോടും ഈ നാട്ടിലുള്ള സകലരോടും ഞാൻ പറയേ സുശീല നന്നായെന്ന്. വാ സുശീല, കയറി. ഇപ്പൊ ഇരിക്കുന്നില്ല, ഞാൻ നന്നായവരെ എനിക്ക് വീട്ടിലും അറിയിക്കണം. ഓഹോ. എല്ലാവരോടും, പ്രത്യേകിച്ച് രമേശൻ നായരോട് എനിക്ക് തീർത്താ തീരാത്ത നന്ദിയുണ്ട്. ഞാൻ ഒരു പുതിയ മനുഷ്യനായി നാട്ടുകാരെ. ഇനി വല്ല കൃഷിയോ കച്ചവടമൊക്കെ ചെയ്ത് ജീവിക്കണമെന്നാണ് ആഗ്രഹം. അല്ലേലും സുശീലൻ പാവാണെന്ന് എനിക്കറിയായിരുന്നു. എന്ത് സഹായം വേണമെങ്കിലും ചോദിക്കാൻ മടിക്കരുത് കേട്ടോ. അയ്യോ, ഇനി സഹായമൊന്നും വേണ്ട. ഈ ചെയ്തു തന്ന സഹായം തന്നെ എനിക്ക് മറക്കാൻ പറ്റുമോ ഈ ജമ്മത്ത്? അതിന് ഞാൻ എന്തായാലും ഒരു പ്രത്യുപകാരം ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. പോട്ടെ. അല്ല, ചായ കുടിക്കണില്ലേ? പിന്നെ വരാ. അങ്ങനെ രമേശേട്ടന്റെ തൊപ്പിയിൽ ഒരു തൂവൽ കൂടി. അടിസ്ഥാനപരമായി മനുഷ്യരെല്ലാവരും പാവങ്ങളാണ് സഹദേവ. ആ നോട്ടും സംസാരവും കണ്ടിട്ട് എനിക്ക് തോന്നില്ല അയാൾ നന്നായി എന്ന്. കുറുപ്പ, നിങ്ങൾ എന്താ ഇങ്ങനെ ദോഷയ്ക്ക് എതിർക്കാവുന്നത്? മനുഷ്യരുടെ നന്മ കാണണ്ടേ? എന്താ പതിവില്ലാതൊരു മഴക്കോള്? ലേഖ ഇന്നും കൊടയെടുത്ത് കാണില്ല. കുറുപ്പ, കൊടയെടുത്തേ.